കേരളത്തിലെ ചിന്തിക്കുന്ന മനുഷ്യത്വം അല്പമെങ്കിലും തൊട്ടു തീണ്ടിയിട്ടുള്ള മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ നിങ്ങൾക്കുണ്ടാവുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഇത് അത്തരത്തിലുള്ള ഒരു മാനുഷിക പ്രശ്നമാണ്. ആ മാനുഷിക പ്രശ്നത്തോട് പോലും നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്ന ആളുകൾ കല്ലിനേക്കാൾ കട്ടിയുള്ള ഹൃദയമുള്ളവരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് അവരെ ഇക്കാര്യങ്ങളൊന്നും ബാധിക്കാതെ. നമ്മളൊക്കെ പണ്ട് കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ എന്നൊക്കെ പറയും. ഇവരെ കുറിച്ച് അത് പറഞ്ഞാൽ അത് ആ പറയുന്ന കല്ലിന് പോലും ആക്ഷേപം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിനേക്കാൾ ക്രൂരന്മാരായ ആളുകളാണ് ഈ രംഗത്തിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ധർമ്മസമരം വിജയിക്കുന്നതുവരെയും കേരളത്തിലെ മനസാക്ഷിയുള്ള മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ നിങ്ങൾക്കുണ്ടാവും എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്താനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. 10-ാം തീയതി മുതൽ നിങ്ങൾ നടത്തുന്ന ഈ ധർമ്മസമരം ഇവിടെ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടാണ്. ഇവിടെ കഞ്ഞി വെച്ച് കുടിച്ച് ഇവിടെ തന്നെ പാർക്കുകയാണ്. കാരണം വേറെ മാർഗമില്ലല്ലോ. 5 പൈസ കയ്യിലേക്ക് കിട്ടാൻ മാർഗമില്ലാതെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? വണ്ടിക്കൂലിക്കുള്ള കാശ് പോലും ഇല്ലാതെയാണ്. അതാണ് ഈ രംഗത്ത് പ്രവർത്തിക്കണമെന്ന് ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുമ്പോൾ പ്രവർത്തിക്കാൻ പോകാൻ വണ്ടിക്കൂലി കൊടുക്കാനുള്ള കാശ് പോലും അവർക്ക് കൊടുക്കാതെ എങ്ങനെ പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്, എങ്ങനെ ജോലി ചെയ്യണമെന്നാണ് അവർ പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ട് ഇത് ധർമ്മസമരമാണ്. ഈ ധർമ്മസമരത്തിന് ഹൃദയപൂർവമായ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.